ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എയർ ഫ്രയറിന്റെ റിവ്യൂ ആണ്. യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് എയർ ഫ്രയർ എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൽ എന്തൊക്കെയുണ്ട്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം നോക്കാം. ഓക്കെ, അപ്പോൾ ഇംപെക്സിന്റെ നട്ടി ഫ്രൈ മോഡലാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന. ബ്ലാക്ക് കളറാണ്. ഇതിന് 2 ഇയർ വാറന്റിയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹീറ്റിംഗ് കോയിലാണ്. പിന്നെ ഓയിൽ ഫ്രീ കുക്കിംഗ്, സൈക്ലോണിക് എയർ ഫ്ലോ, കൂൾ ടച്ച് ഹാൻഡിൽ, പിന്നെ കുക്കിംഗ് മാനുവൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നോൺ സ്റ്റിക് കോട്ടഡ് ബാസ്ക്കറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ടൈമർ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഫുഡ് കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോട്ടിഫൈ ചെയ്യാനായിട്ട് ഒരു ബെല്ല് വരുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ സെറ്റിംഗ് വരുന്നത് 80 to 200 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. സ്മാർട്ട് ആൻഡ് സ്ലീക്ക് കൺട്രോൾ നോബാണ് വരുന്നത്. പിന്നെ ബാസ്ക്കറ്റിന്റെ കപ്പാസിറ്റി 4.5 ലിറ്റേഴ്സ് ആണ്. പിന്നെ നോൺ സ്ലിപ്പ് സിൽക്കൻ പാഡാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ ഗ്രില്ലാണ് ആദ്യം വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ്. ആദ്യത്തെ വെയിറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു മാനുവൽ ചെയ്തിട്ടുണ്ട്. ബില്ലായിരുന്നു. ഇതിൽ ഓരോ ഫുഡിൻ്റെയും ടൈമൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ഇത് മെയിൻ്റനൻസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കുറച്ച് റെസിപ്പീസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇതിൽ എന്തൊക്കെ ചെയ്യാം. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. കുറച്ചൊരു 7 റെസിപ്പീസ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് റെഫർ ചെയ്തിട്ട് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വാർണിംഗ് ഇൻഫർമേഷനാണ് ഇവിടെ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ കസ്റ്റമർ കെയറിൻ്റെ കോൺടാക്ട് നമ്പറും കോഡും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട ഗ്രില്ല് വെക്കേണ്ടത്. പിന്നെ ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രേ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഫുഡൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ താഴ്ത്തു പോകാനും അതെല്ലാം ഇവിടെ സ്പ്രെഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ നമ്മളൊരു ട്രേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ അകത്ത് വെച്ച് നോക്കാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ്. 200 രൂപ ആണ് ഇതിൻ്റെ ചാർജസ് വരുന്നത്. ഇത് ഒരെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ സെയിം സ്ക്വയർ ഷേപ്പ് തന്നെയാണ് ഓർഡർ ചെയ്തത്. അപ്പം ഇതും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഫുഡ് പാർട്ടിക്കിൾസ് ഒന്നും ഇതിൻ്റെ സൈഡിലൂടെ പുറത്തൊന്നും പോകില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് 2 ഐറ്റംസ് വെച്ചാണ് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നൊരു മിനി പാക്ക് പോപ്കോൺ ആണ്. പിന്നെ ഒരു ചിക്കൻ നഗറ്റ്സ്. അപ്പോൾ ഇതിലവർ 3 മിനിറ്റ്സ് ആണ് ടൈം പറയുന്നത്. നമുക്ക് ഇതിലൊരു 5 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടാം. ഈ ട്രേ ഉള്ളത് കൊണ്ടിട്ട് ഇപ്പം ഇതിലൊരു വാട്ടർ ഫീൽ ഉണ്ട്. അപ്പം അതൊക്കെ ഇതിൽ തന്നെ കിടന്നോളും. ട്രേ ഇല്ലായിരുന്നെങ്കിൽ അത് അതിൻ്റെ ഒരു ഗ്യാപ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബെറ്റർ ഇത് എന്തും ട്രേ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കണം. അപ്പം കൂട്ടിയപ്പോൾ ടൈം നമുക്കൊരു 10 മിനിറ്റ്സ് ഇടാം. പിന്നെ 160 ഡിഗ്രി സെൽഷ്യസ് ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ബീപ്പ് സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം പോപ്കോൺ എന്തായിരുന്നു. യെസ്, ഓക്കെ, അപ്പോൾ പോപ്കോൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോപ്കോൺ സക്സസ് ആയിട്ടുണ്ട്. ഇനി നഗറ്റ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നഗറ്റ്സ് ട്രൈ ചെയ്ത് നോക്കാം. ഫിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഇപ്പം ഇതിൽ ഡിസൈഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. ചില പറയുന്നത് 50 to 20 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ടൈം 20 മിനിറ്റ്സ് സെറ്റ് ചെയ്യാം. പിന്നെ 200 ഡിഗ്രി സെൽഷ്യസ് ആണ് പറയുന്നത്. അപ്പോൾ അത് നോക്കാം. നഗറ്റ്സ് ഇപ്പോൾ റെഡിയായി കാണും. ഞാൻ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നഗറ്റ്സിൻ്റെ ഫൈനൽ ലുക്ക്.
പേഴ്സണലി എനിക്ക് എയർ ഫ്രയർ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് തോന്നുന്നത്. കാരണം നമുക്ക് ഓയിൽ ഫ്രീ ആയിട്ട് ഫുഡ്സ് കഴിക്കാം, ഹെൽത്തി ആയിട്ട് കഴിക്കാം. പിന്നെ ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലുലുവിൽ നിന്നാണ്. ലുലുവിൽ ഓഫർ വന്നപ്പോഴായിരുന്നു. ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഓഫർ വരുമ്പോൾ പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ പ്രൈസിന് നമുക്ക് ഇത് മേടിക്കാൻ പറ്റും. ഡയറ്റ് എടുക്കുന്നവർക്കും പിന്നെ പ്രായമുള്ള ആൾക്കാരുള്ള വീട്ടിലൊക്കെ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാരണം ഓയിലി ഫുഡ് അത്ര ഹെൽത്തി അല്ല. സോ ഇത് മേടിക്കുന്നതായിരിക്കും നല്ലത്. സോ എല്ലാവരും മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ബെറ്റർ ഓപ്ഷൻ ആണ്.